നീറ്റ്, ജെഇ, കീം, സാറ്റ് തുടങ്ങിയ എൻട്രൻസ് എക്സാംസ് എല്ലാം, അതോടൊപ്പം തന്നെ ബോർഡ് എക്സാമിനും എല്ലാം ഫിസിക്സ് പേപ്പറിനകത്ത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സർക്യൂട്ട്. സർക്യൂട്ട് ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ പറയാം. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും സർക്യൂട്ടിൽ നിന്ന് ഉണ്ടാവും. സർക്യൂട്ട് പ്രോബ്ലംസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം, അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത്രയും നമ്മൾ ബേസിക്കലി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊന്ന് പ്രാക്ടീസ് കൂടെ ചെയ്ത ഏത് ടൈപ്പ് ജെയുടെ ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കുക. അതിനകത്ത് കുറച്ച് നേക്ക് ഉണ്ട്, കാണാതെ പഠിക്കാൻ പറ്റില്ല. ആരെങ്കിലും അറിയുന്ന ഒരാൾ പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് ഇതിനകത്തുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ചെറിയ നേക്കുണ്ട്. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ചിരുന്ന് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്താലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആ ഒരു ബേസിക് ഐഡിയയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഈ സർക്യൂട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആ ബേസിക്സ് ഒരു മിനിറ്റ് കൊണ്ട് നോക്കാം. ശ്രദ്ധിക്കും. ഫസ്റ്റ് സീരീസ് കോമ്പിനേഷൻ ആണ്. സീരീസ് കോമ്പിനേഷൻ റെസിസ്റ്റേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് സീരീസ് കോമ്പിനേഷൻ. ഓക്കെ, സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകതകളാണ്. സീരീസ് കോമ്പിനേഷന്റെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സർക്യൂട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സീരീസ് കോമ്പിനേഷനകത്ത് ഇതിനകത്ത് വരുന്ന കറണ്ട് ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. ഈ ഒരു പോയിന്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വേണം. അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്ത് എത്ര റെസിസ്റ്റർ ഉണ്ടോ അത്രയായിട്ട് സ്പ്ലിറ്റ് ആയി വോൾട്ടേജ് സ്പ്ലിറ്റ്സ്. ഈ രണ്ട് പോയിന്റ്സ് മനസ്സിൽ വരണം. നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത്, സർക്യൂട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ. ഒരു സീരീസ് കോമ്പിനേഷന്റെ കറണ്ട് ത്രൂ ഔട്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് സ്പ്ലിറ്റ് ആയിരിക്കും. വോൾട്ടേജ് എത്രയായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കും, എത്ര ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് ഉണ്ട് അത്രയായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കും. വി സ്പ്ലിറ്റ്സ് ഇൻടു V1 plus V2 plus V3. Equation number 1. From Ohm's law, we know V is equal to IR. Then equation number 1 എന്തായി മാറും? In the place of V, I into R effective resistance is equal to, current will be same throughout. So I into R1 plus I into R2 plus I into R2. Here I is constant, R1 plus R2 plus R3. I into RE is equal to I into R1 plus R2 plus R3. I cancels. That is R effective is equal to R1 plus R2 plus R3. Thus, effective resistance of a number of resistors connected in series is equal to sum of the individual resistances. So, ഇതിനകത്ത് സീരീസ് കോമ്പിനേഷനകത്ത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഈ മൂന്ന് കാര്യം ഓർക്കണം. കറണ്ട് ത്രൂ ഔട്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് സ്പ്ലിറ്റ് ആയിരിക്കും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിന്റെ സം ആയിരിക്കും. ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസിന്റെ സം ആയിരിക്കും. ഈ മൂന്ന് പോയിന്റ്സ് ബേസിക്കലി അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷൻ അത് ഓർക്കേണ്ട കാര്യങ്ങളാണ്. പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷൻ അത് ഓർക്കേണ്ട പോയിന്റ്സ് ആണ്. ഇതിനകത്ത് ഇവിടെ വരുന്ന കറണ്ട് സ്പ്ലിറ്റ് ആയിട്ട് I1, I2, I3 ആയിട്ട് സ്പ്ലിറ്റ് ആണ്. പോയിന്റ് ഫസ്റ്റ് പോയിന്റ് കറണ്ട് സ്പ്ലിറ്റ്സ്. First point. Second point, apply the voltage throughout all resistors same ആയി. Voltage will be same. Voltage will be same. Current split ചെയ്തിട്ട് I1 I current split ചെയ്ത് I1 I2 I3 ആയി മാറും. I1 plus I2 plus I3 ആയിട്ട് മാറും. Equation number 1. ഇവിടെ Ohm's law V is equal to IR അല്ലേ? അവിടുന്ന് V is equal to IR ആണെങ്കിൽ I is equal to V by R. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ I യുടെ പ്ലേസിൽ V by R effective is equal to V by R1 plus V by R2 plus V by R3. Okay, V is a constant throughout. V is constant, so V
taken outside and cancels, remaining 1 by R effective is equal to 1 by R1 plus 1 by R2 plus 1 by R. Thus, effective resistance of a number of resistors connected in parallel will be equal to sum of the reciprocals of individual resistances. Okay, reciprocal കൊണ്ട് ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ കിട്ടും. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഇവിടെ ഓർക്കേണ്ട 3 പോയിന്റ്സ്. ഒന്ന്, കറണ്ട് സ്പ്ലിറ്റ് ആയി പോകും, വോൾട്ടേജ് സെയിം ആയിരിക്കും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 by R effective is equal to 1 by R1 plus 1 by R2 plus 1 by R2. ഈ 3 പോയിന്റ്സ് നോട്ട് ചെയ്യണം. ഈ 6 പോയിന്റ്സ് ബേസിക്കലി അറിയാമെങ്കിൽ കുറച്ചൊരു നാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും, എല്ലാ സർക്യൂട്ട്സും സോൾവ് ചെയ്യാൻ പറ്റും. ഈ 6 പോയിന്റ്സ് പ്രധാനമായിട്ട് ഓർക്കണം. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് സ്പ്ലിറ്റ് ആയി പോകും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് R1 plus R2 plus R3 ആണ്. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ കറണ്ട് സ്പ്ലിറ്റ് ആയി പോകും, വോൾട്ടേജ് സെയിം ആയിരിക്കും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 by R effective is equal to 1 by R1 plus 1 by R2 plus 1 by R3. ഈ 6 പോയിന്റ്സ് ബേസിക്കലി മനസ്സിലുണ്ടാവും. ശരി, നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്കൊരു സർക്യൂട്ട് ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാം. പോസിബിൾ ആയിട്ടൊരു സിംപ്ലസ്റ്റ് ആയിട്ടൊരു സർക്യൂട്ട് ആണ് ഇത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്ത് അടുത്ത കുറച്ച് കോംപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ചെയ്യുന്നു പഠിക്കാം. അതൊരു സിമ്പിൾ സർക്യൂട്ട് ആണ്. ക്വസ്റ്റ്യൻ ഫൈൻഡ് RAB, എക്കും ബിക്കും ഇടയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഒരു സർക്യൂട്ട് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് അതിന്റെ ജംഗ്ഷൻസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി. ജംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. എവിടെയൊക്കെയാണ് കറണ്ട് സ്പ്ലിറ്റ് ആവുന്നത്, അതിന്റെ ജംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കറണ്ട് സ്പ്ലിറ്റ് ആവുന്ന എവിടെയൊക്കെയാണ് നോക്കുക. അപ്പോ ഇതൊരു ജംഗ്ഷൻ ആണ്. ഓക്കെ, ദിസ് ഈസ് അനദർ ജംഗ്ഷൻ, ദിസ് ഈസ് അനദർ ജംഗ്ഷൻ. എപ്പോഴും നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ഒരു ജംഗ്ഷൻ ആണ്, ഇതൊരു ജംഗ്ഷൻ ആണ്. ഈ ജംഗ്ഷന്റെ ഒരു ആം, ദിസ് ഈസ് ആൻ ആം, ഒരു ആമിലുള്ള ആൾക്കാർ മ്യൂച്വലി സീരീസ് ആയിരിക്കും. അതുപോലെ ഇത് അനദർ ആം, ഇത് മ്യൂച്വലി സീരീസ് ആയിരിക്കും. ആ ഒരു പ്രോസസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ഇവിടെ 1 ohm 2 ohm 3 ohm 4 ohm 1 ohm 2 ohm 3 ohm 4 ohm 1 ohm 2 ohm 3 ohm 4 ohm എന്നുവെച്ചാൽ ഇത് സോൾവ് ചെയ്താൽ അത് തന്നെയാണ് ഇവിടെയും വരുമ്പോൾ ഒരെണ്ണം സോൾവ് ചെയ്താൽ മതി, നമുക്ക് അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് സീരീസ് കോമ്പിനേഷൻ ആണ്. സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ? സീരീസ് കോമ്പിനേഷൻ ആകുന്ന R1 പ്ലസ് R2 പ്ലസ് R3 ആണ് അല്ലെ. ഇവിടെ നിന്ന് 2 റെസിസ്റ്റേഴ്സേ ഉള്ളൂ, 2 റെസിസ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോ R1 പ്ലസ് R2 എടുക്കാം. ഓക്കെ, 1 ohm plus 2 ohm 1 ohm plus 2 ohm that is 3 ohm. അപ്പോൾ ഇവിടുത്തെ ഈ ആമിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 ohm ആണ്. അതുപോലെ അടുത്ത 3 ohm 4 ohm R effective is equal to 3 ohm plus 4 ohm that is 7 ohm. അപ്പോൾ ഈ ആമിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 7 ohm ആണ്. ഓക്കേ ആണല്ലോ. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ സോൾവ് ചെയ്തു. ഞാൻ ഒന്ന് റീഡ്രോ ചെയ്യുന്നു. This is A. ഫസ്റ്റ് ആമിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 ohm ആണ്. സെക്കൻഡ് ആമിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 7 ohm ആണ്. ഇത് തന്നെയായിരിക്കും ഇവിടെ എല്ലാം വരുന്നത്. The same process repeat ചെയ്യും. This is 3 ohm, this is 7 ohm, then again 3 ohm, then 7 ohm. Okay, B. Clear? So first നമ്മൾ ജംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാം. This is the junction. Okay, ജംഗ്ഷന്റെ ഒരു ആം എന്ന് പറയുമ്പോൾ അത് സീരീസ് കോമ്പിനേഷനിലാണ്. നെക്സ്റ്റ് ആം ഇതാണ്, ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. സീരീസ് കോമ്പിനേഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിന്റെ സം എടുക്കുക. അങ്ങനെ 1 ohm plus 2 ohm 3 ohm, 2 ohm plus 4 ohm 7 ohm. അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ചെയ്തു. മറ്റേത് അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇതിന്റെ റിപ്പീറ്റേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ് നോക്കൂ. വീണ്ടും ജംഗ്ഷൻ തന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ ജംഗ്ഷൻ, ദിസ് ഈസ് ആൻ ആം, ദിസ് ഈസ് അനദർ ആം. അപ്പോൾ ജംഗ്ഷന്റെ അപ്പുറവും ഇപ്പുറമാണ് നിൽക്കുന്നത്. ജംഗ്ഷന്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണ്. ഒരേ ആംഗിളാണെങ്കിൽ സീരീസ് ആണ്. അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാ? അത് പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1 by R effective is equal to 1 by 3 plus 1 by 7. Okay, so 7 plus 3 divided by 20, that is 10 divided by 21. 1 by R effective,
That is R effective is equal to 21 divided by 10. That is 2.1. Parallel combination of the effective resistance series combination of the effective resistance maximum series circuit minimum parallel minimum resistance 2.1 ohm. Circuit became, this is what, 2.1 ohm. Again, these are the same circuit, the same repetition. So this is 2.1 ohm. Again 2.1 ohm. This is B. Now the three resistors lies in between A and B. This is a single amp. So R effective means RAB is equal to R1 plus R2 plus R. That is 2.1 ohm plus 2.1 ohm plus 2.1 ohm. That is 6.3 ohm. 6.3 ohm. Then this circuit and effective resistance. Clear ആണല്ലോ? ഒരു കാര്യം ഓർക്കേണ്ടത് സർക്യൂട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അതിന്റെ ജംഗ്ഷൻ ഐഡന്റിഫൈ ആണ്. ജംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യും. ജംഗ്ഷന്റെ ഒരു ആംഗിൾ ഉള്ളവർ എപ്പോഴും സീരീസ് ആയിരിക്കും. ജംഗ്ഷന്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള ആൾക്കാർ പാരലൽ ആയിരിക്കും. പിന്നെ റെപ്പറ്റീഷൻ വരുന്നുണ്ടോ നോക്കണം. റെപ്പറ്റീഷൻ വരികയാണെങ്കിൽ ഒരെണ്ണം ചെയ്താൽ മതി, ബാക്കി അതുപോലെ ഈ ചെയ്ത സാധനം തന്നെ വീണ്ടും വീണ്ടും എഴുതണം. ഇവിടെ റെപ്പറ്റീഷൻ വന്നിരിക്കുക, അതുകൊണ്ട് ഒരെണ്ണം സോൾവ് ചെയ്തിട്ട് അത് തന്നെ വീണ്ടും വീണ്ടും എഴുതുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടത് ജംഗ്ഷന്റെ അപ്പുറവും ഇപ്പുറവും ആണ് രണ്ട് റെസിസ്റ്റേഴ്സ് നിൽക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മ്യൂച്വലി പാരലൽ ആണ്. പാരലൽ കോമ്പിനേഷൻ 1/R effective is equal to 1/R1 plus 1/R2 ആണ്. വളരെ R effective എടുത്ത് 2.1. പാരലൽ കോമ്പിനേഷൻ റെസിസ്റ്റൻസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കും. ഇവിടെ 2.1 ohm കിട്ടി, 2.1 ohm കിട്ടി, 2.1 ohm കിട്ടി. ഇത് എക്കും ബിക്കും ഇടയിൽ ഒറ്റ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ ആണെങ്കിൽ ഒരു മ്യൂച്വലി സീരീസ് ആണ്. അപ്പോൾ സീരീസ് ആകുമ്പോൾ R effective is equal to R1 plus R2 plus R3 at 6.3. Clear ആണെന്ന് വിചാരിക്കും. Okay. Okay. Next another simple circuit ആണ്. എക്കും ബിക്കും ഇടയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞു. നമ്മുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് സർക്യൂട്ട് കിട്ടിയാൽ അത് ജംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യലാണ്. ഇത് നമുക്ക് ഇതൊരു ജംഗ്ഷൻ ആണ്, അനന്തർ ജംഗ്ഷൻ നോക്കണം. 3 റെസിസ്റ്ററുകളാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്. 3 പേരും ഡിഫറെന്റ് ജംഗ്ഷൻസിലാണ്. 3 ഡിഫറെന്റ് ജംഗ്ഷൻസിലാണ്, 3 ഡിഫറെന്റ് ആംപ്സിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. 3 ഡിഫറെന്റ് ആംപ്സിൽ സിറ്റുവേറ്റ് ചെയ്ത വേറെ നോക്കല്ല, പാരലൽ കോമ്പിനേഷൻ ആണ്. ആ സർക്യൂട്ട് പാരലൽ കോമ്പിനേഷൻ വേറെ ഒന്നും നോക്കാനില്ല, ഡിഫറെന്റ് ആംപ്സിലാണ് നമ്മൾ കണ്ടു. ഡിഫറെന്റ് ആംപ്സിലാണെങ്കിൽ ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്. ഇതിനെ സിമ്പിൾ സർക്യൂട്ട് ആക്കി എഴുതാം. ഈ സംഗതി തന്നെ this is A, first resistance 2 ohm, this is 2 ohm, then 3 ohm, then this is 6 ohm, this is 6 ohm. Then let us see. Okay, so ഈ അത്യാവശ്യ കോംപ്ലിക്കേഷൻ ഉണ്ട്, ചെറിയൊരു കോംപ്ലിക്കേഷൻ. ആ കോംപ്ലിക്കേഷൻ മാറ്റി അതൊരു സിമ്പിൾ സർക്യൂട്ട് ആക്കി മാറ്റി. അത് വേണ്ടി ഉപയോഗിച്ചത് ജംഗ്ഷൻ ആണ്. ജംഗ്ഷൻ ഡിഫറെന്റ് ജംഗ്ഷൻസിലാണ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആംപ്സിലാണ് ഈ 3 റെസിസ്റ്റേഴ്സും സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡിഫറെന്റ് ആംപ്സിലാണെങ്കിൽ വേറെ ഒന്നും ആലോചിക്കാനില്ല, അത് പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷനിലാക്കി എഴുതി നമ്മുടെ ഫോർമുല കൊടുക്കുക. 1/R effective is equal to 1/2 plus 1/3 plus 1/6. ഇവിടെ LCM നമുക്ക് 6 എടുക്കാം. 6 all divided by 6. 3 2 1. 6/6 is equal to 1. Effective resistance is equal to 1. Okay, so RAD here, RAD is equal to 1. Clear? These 3 resistors lies in different amps. That's the answer. Parallel combination. Different amps parallel combination and condition 1/R effective is equal to 1/R1 plus 1/R2 plus 1/R3. Solve with the answer is 1 ohm. Another question. Okay, circuit kandallo. appo nammada joli first joli junction identify ennu paranu ippudu ortham junction identify. Junction means current split ആവാൻ possibility ഉള്ള സ്ഥലം ഇവിടെയാണ്. current split ആവാൻ possibility ഉള്ള സ്ഥലം. ജംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജോലി അതൊന്ന് സിംപ്ലിഫൈ ആക്കാൻ നോക്കുക. സർക്യൂട്ട് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്, അതൊന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ട് ചെയ്യാം.
അപ്പോൾ നോക്കുക, ഇതാണ് ജംഗ്ഷൻ. ഞാൻ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോകും. ഇതിന്റെ ടോപ്പിൽ ഒന്ന് താഴ്ത്തി കൊടുത്താൽ ഇതിങ്ങനെ വരും. ഈ സർക്യൂട്ട് ഈ 10 ഓമും 10 ഓമും ഉണ്ട്. 10 ഓം 10. ഓക്കെ, ദെൻ ഈ ഒരു 10 ഓം ഇവിടെ വരും. ഈ രണ്ട് ലെഗ്സ് അതിനെ പിടിച്ച് ഇങ്ങനെ ആക്കാം. ഓക്കെ, this is 10 ohm, this is 10. Okay, y is that. This is the most simplified, this most possible simplified form of the given circuit. Then the junction marnukonda, this is the junction. Junction ഒരു ആം ആണ് വരുന്നത്. ഒരു ആം ആണ്, മ്യൂച്വലി സീരീസ് ആയിരിക്കും. അപ്പോൾ 10 ohm plus 10 ohm, that is 20 ohm എന്ന് കിട്ടും. അപ്പോൾ സർക്യൂട്ട് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യണം. This is y 10 ohm. Simplify ചെയ്യുമ്പോൾ here is 10 ohm, this is 10 plus 10, 20 ohm, then again 10 ohm. Okay, here this is Z, this is the junction. Now this 20 ohm and 10 ohm mutually parallel, both lies in opposite ends, both lies in opposite ends, so both are parallel to each other. So 1 by R parallel is equal to 1 by 20 plus 1 by 10, 20, 20 all divided by 20. Cancels 1, that is 3 by 20. 1 by R parallel is equal to 3 by 20. R parallel is equal to 20 divided by 3. Clear? So the circuit became, this is Y, this is 10 ohm, this is 20 divided by 3 ohm, again this is 10 ohm, this is Z. Clear? Here R, we want to find out R, Y, Z. Both the three resistors 10 ohm, 20 by 3 ohm and 10 ohm, the three resistors lies in the same arm. So these three resistors are series to each other. So final result will be 10 ohm plus 20 by 3 ohm plus 10 ohm. That is 20 plus 20 by 3 ohm. That is 60 plus 20, 80 by 3 ohm. This is our final result. Clear? Once again, first of all, identify the junction. These are the junction. ഇതെന്താ, ഒരു ആമിലാണുള്ളത്. അത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തു, ഒന്ന് താഴ്ത്തി വെച്ചു. അപ്പോൾ 10 ohm 10 ohm, ദിസ് ഇസ് 10 ohm. അപ്പോൾ ഇത് ജംഗ്ഷൻ ആണ്, ഇതൊരു ആമിൽ വന്നതാണ്, മ്യൂച്വലി സീരീസ് ആണ്. ആ കോമ്പിനേഷൻ ഇതുമായിട്ട് പാരലൽ ആണ്. ഓക്കെ, പാരലൽ ആണ്. റിസൾട്ട് എടുക്കുക, റിസൾട്ടന്റ് എടുക്കുമ്പോൾ 20 by 3 എന്ന് കിട്ടുന്നത്. 20 by 3, ദിസ് ഇസ് 10 ohm, 20 by 3 ohm, 10 ohm. മൂന്ന് റെസിസ്റ്റേഴ്സും ഈ Y Z എന്ന് പറയുന്ന കോമൺ ആമിലാണ്. കോമൺ ആമിലാവുമ്പോൾ നമുക്കത് സീരീസ് കോമ്പിനേഷൻ ആണ്. R Y Z is equal to 10 ohm plus 20 by 3 ohm plus 10 ohm. Result will be 80 by 3 ohm. Okay, R Y Z will be 80 by 3 ohm. Clear? Okay, next question. സർക്യൂട്ട് അനലൈസ് ചെയ്യുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RAC ആണ്. അപ്പോൾ നമ്മുടെ കറണ്ടിന്റെ പാത്ത് വന്നിട്ട് AQC, RAC. അപ്പോ ഒരു കാര്യം ഓർക്കേണ്ടതാ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇതാണ്. കറണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് വരുമ്പോ, ഇതുവഴി പാസ് ചെയ്ത് വരുമ്പോ, എയിൽ നിന്ന് സിയിലോട്ട് പാസ് ചെയ്യുമ്പോൾ, അതാണ് RAC കൊണ്ട് ഉദ്ദേശിച്ചത്. എയിൽ നിന്ന് സിയിലോട്ട് കറണ്ട് വരുമ്പോ ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് എന്തുമാത്രം റെസിസ്റ്റൻസ് അത് കറണ്ട് ഉണ്ടാവും, അതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ RAC ആകുമ്പോൾ നിങ്ങൾ എയിൽ നിന്ന് കറണ്ട് സിയിലെത്തുമ്പോ ആ പാത്തിലുള്ള റെസിസ്റ്റേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ RDB ആണ് ചോദിച്ചതെങ്കിൽ ഇതാണ് നോക്കാം, അതിന്റെ പാത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ വരിക, ഇങ്ങനെ കണക്ട് ചെയ്ത് വരിക. ക്വസ്റ്റ്യൻ പ്രധാനമാണ്, സോൾവ് ചെയ്യുമ്പോൾ RAC ആണ്. എയിൽ നിന്ന് കറണ്ട് പാസ് ചെയ്ത്
സിയിലെത്താൻ എന്തുമാത്രം റെസിസ്റ്റൻസ് അത് പിന്നെ അതിനുണ്ടായി, എന്തുമാത്രം റെസിസ്റ്റൻസ് ആ റെസിസ്റ്ററിന് ഉണ്ടായി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ ആവശ്യമില്ലാത്ത എല്ലാത്തിനും നമുക്ക് ഇത് കളയണം. ഈ 1 ohm റെസിസ്റ്റൻസ് ഈ ഒരു പാത്തില് ഡിപെൻഡഡ് ആവുന്നില്ല, അതൊന്നും അതിന് കളയാം. അതുപോലെ തന്നെ ഇതും ആവശ്യമില്ല. ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയപ്പോൾ തന്നെ കുറച്ച് അൺവാണ്ടഡ് തിങ്സ് എല്ലാം പോയി. അൺവാണ്ടഡ് തിങ്സ് ഒന്നും നമുക്ക് വേണ്ട. എയിൽ നിന്ന് സിയിലോട്ട് പോകുമ്പോൾ എന്തുമാത്രം അതിന് റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. സർക്യൂട്ട് ഒന്ന് ക്ലീൻ ചെയ്തു. ഓക്കെ, അപ്പോ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാണ്. അത് ക്വസ്റ്റ്യനെ നമ്മൾ മനസ്സിലാക്കിയെടുത്താണ്. ഇതാണ് ഈ കറണ്ട് എയിൽ നിന്ന് സിയിലോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ജോലി ജംഗ്ഷൻ ഐഡന്റിഫൈയിലാണ്. ജംഗ്ഷൻ ആണ് ഇത്. ജംഗ്ഷന്റെ ഒരു ആം ആണ്. ദിസ് ഈസ് അനദർ ആം. ഒരു ആമിലുള്ള ഒരു മ്യൂച്വലി സീരീസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ 1 ohm plus 1 ohm, that is 2 ohm എന്ന് കിട്ടും. This is also 1 ohm plus 1 ohm, that is 2 ohm എന്ന് കിട്ടും. ഇനി കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പോവാണ്. This is A, 1 ohm. These are 2 ohm, 2 ohm. Because ഇവർ രണ്ടുപേരും ഈ 2 ohm 2 ohm ജംഗ്ഷന്റെ അപ്പുറവും ഇപ്പുറമാണ് നിൽക്കുന്നത്. Both are parallel to each other. Then this 1 ohm. Okay, this one. Now the circuit is simplified one. ഇവിടെ നമുക്ക് ജംഗ്ഷൻ ആണ്. ജംഗ്ഷൻ അപ്പുറവും ഇപ്പുറമാണ് 2 ohms ഉള്ളത്. അപ്പോൾ 1/R parallel is equal to 1/2 plus 1/2, that is 2/2, that is 1. That is R parallel is equal to 1 ohm. So the effective of this 2 is 1 ohm. Now the circuit will decay. A, this is 1 ohm. This is another 1 ohm. 1 ohm. Okay, 1 ohm. This is C. Now we can find out RAC. RAC is equal to the 3 resistors lies in the amp AC in a common amp. So R1 plus R2 plus R3, that is 1 plus 1 plus 1, that is 3 ohm. Answer is 3 ohm. Here answer is 3 ohm. Effective resistance will be 3 ohm. നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തത് എലിമിനേഷൻ ആണ് ഇവിടെ ചെയ്തത്. ആവശ്യമില്ലാത്തതെല്ലാം കളയുക. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചത് ആ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്തുമാത്രം കറണ്ടിന്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിഷൻ ഉണ്ടാവുന്നു, അതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോ ഇവിടുത്തെ ഈ റെസിസ്റ്റൻസ് അവിടെ അഫക്ട് ചെയ്യുന്നില്ല, ഇവിടുത്തെ റെസിസ്റ്റൻസ് അഫക്ട് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് രണ്ടിനും എലിമിനേറ്റ് ചെയ്തു. Then second stage നമ്മൾ ചെയ്ത എന്താ, ജംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്തു. ജംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്തപ്പോൾ this is an amp, this is another amp. ഒരു ആമിനുള്ള ഒരു സീരീസ് ആണ്, 2 ohm കിട്ടി. സീരീസ് ആണ് 2 ohm. ഈ രണ്ട് ആംസ് ഈ ജംഗ്ഷന്റെ അപ്പുറവും ഇപ്പുറവും ഉള്ളത്. ഈ 2 ohm 2 ohm മ്യൂച്വലി പാരലൽ ആണ്. So R 1/R parallel is equal to 1/2 plus 1/2, 1 എന്ന് കിട്ടി നമുക്ക്. Then these 3 resistances lies in the same amp AC. So 1 ohm, 1 ohm and this 1 ohm. എല്ലാം എന്താണ്, സീരീസ് കോമ്പിനേഷനിലാണ്. ആൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുത്തു. എത്ര കിട്ടി, 3 ohm എന്ന് കിട്ടി. അപ്പോൾ RAC is equal to 3 ohm. Clear? Another question. നമുക്ക് ഇവിടെ കറണ്ട് കണ്ടുപിടിക്കുന്നത്, സർക്യൂട്ടിനകത്തുള്ള കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കറണ്ട് അറിയണമെങ്കിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസിന്റെ കോമ്പിനേഷൻ ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് അറിയാമെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാം. ഓംസിലോ വെച്ച് V is equal to IR വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ ചില സർക്യൂട്ട്സിന്റെ കാണുന്നത് എന്താണെന്ന് അറിയണം. ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. അപ്പോ ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബേസിക് തിയറി അറിയാവുന്നവർക്ക് പറഞ്ഞ മനസ്സിലാവുന്നുള്ളൂ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ ഈ ഒരു സംഗതി, ഇത് ബ്രിഡ്ജ് ചെയ്യുന്ന സ്ഥലമാണ്, ഇതുവഴി കറണ്ട് പാസ് ചെയ്യില്ല. സോ കറണ്ട് പാസ് ചെയ്യാത്തടുത്ത് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അവിടുത്തെ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കില്ല. ഇതുവഴി ഈ ഒരു ബ്രിഡ്ജ് ആണ്, ബ്രിഡ്ജിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. ബാലൻസ്ഡ് കണ്ടീഷനിൽ അവിടുത്തെ കറണ്ട് 0 ആയിരിക്കും. നമ്മൾ ഒരു ഗാൽവനോമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്, അത് കറണ്ട് 0 ആയിരിക്കും. അപ്പോ റിമൈനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ആണുള്ളത്. ഞാൻ ആദ്യം അതിന്റെ ഈ ഒരു പോർഷന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കുന്നു. ഇവിടെ this is A. Okay, 2 ohm, then 4 ohm, then 4 ohm, this is 8 ohm, this is C. Okay,
ഇവർ തമ്മിൽ എന്താ സീരീസ് ആണ്. 4 + 2 6 ohm, ഇവിടെ 12 ohm. Clear? Then circuit became ഇത് ഒരു ആമ, this is opposite ആമ. ഇവിടെ എത്രയാ 6 ohm ആണ് വന്നിരിക്കുന്നത്. സി ഇവിടെ എത്രയാ 12 ohm വന്നിരിക്കുന്നു. ഇവിടെ ഈ 12 6 ohm, this is 6 ohm, this is 12 ohm. 6 ohm 12 ohm opposite ആംസിൽ ആണ്. opposite ആംസിൽ ആണെങ്കിൽ അവര് parallel to each other ആണ്. RAC will be 1/6 plus 1/12, 12 LCM divided by 12 to 1, 1/RAC, അല്ലേ? 1/RAC is equal to 3/12, that is 1/4, that is RAC is equal to 4 ohm. Effective resistance of this complicated circuit is 4 ohm. We get R is equal to 4 ohm, then V is equal to 2 volt. From Ohm's law, V is equal to IR, so I will be V by R. V is equal to 2, R is equal to 4, that is 1/2, that is 0.5 ampere will be the current. 0.5. Clear? In this circuit, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമ്മൾ അത് എലിമിനേറ്റ് ചെയ്യാനുള്ള കാരണം അത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ കറണ്ട് പാസ് ചെയ്യുന്നില്ല. കറണ്ട് പാസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ അവിടെ എന്ത് കണക്ട് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കളയുക. ബാക്കി എത്രയുണ്ട്? ഇത്രയും പോർഷൻ ആണ് ഉള്ളത്. അത് ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഇതൊരു ആം ആണ്, ദിസ് ഇസ് അനദർ ആം. അപ്പോൾ ഒരു ആമിലുള്ള ഒരു സീരീസ് ആണ് 6 ohm, ഇത് 12 ohm. മ്യൂച്വലി അപ്രോ ഇപ്രോ ആണ് വന്നിരിക്കുന്നത്. പാരലൽ ടു ഈച്ച് അതർ ആണ്. കോമ്പിനേഷൻ 1/RAC is equal to 1/6 plus 1/12 ചെയ്തു. അപ്പോൾ 4 ohm എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട കറണ്ട് ആണ്. ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി. I is equal to V/R ആണ്, 2/4, that is 1/2, that is 0.5 amp. Okay, വളരെ പ്രധാനപ്പെട്ട ഒരു സർക്യൂട്ട് ആണ്. രണ്ട് കണ്ടുകഴിഞ്ഞാൽ രണ്ടും ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. എക്സാമിന് ചോദിക്കുന്നത് രണ്ടും ഡിഫറെന്റ് ആണെന്ന് തോന്നുമ്പോൾ സെയിം സർക്യൂട്ട് തന്നെ ഡിഫറെന്റ് രീതിയിൽ വരച്ചേ. രണ്ടും കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന്റെ രണ്ടിന്റെയും സിംപ്ലിഫൈഡ് ഫോം എടുക്കുമ്പോൾ ഒരുപോലെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണത്. അത് നോക്കാം, ഇതിനെ സിംപ്ലിഫൈ എടുക്കുമ്പോൾ നോക്കാം. ശ്രദ്ധിച്ച് നോക്കിക്കോ. ഫസ്റ്റ് ഇതിനെ സിംപ്ലിഫൈ. ഇവിടെ എ എന്ന് പറയുന്ന പോർഷൻ, ഓക്കെ, എയുടെ രണ്ട് സൈഡിലായിട്ടാണ് ഈ 1 ohm ഈ 1 ohm വന്നിരിക്കുന്നത്. ഞാനത് വരയ്ക്കാം. ഒരു സൈഡില് ഈ 1 ohm, മറ്റേ സൈഡില് ഈ 1. ഓക്കെ, ദെൻ അടുത്ത് ബി എടുക്കും. ബിയുടെ ഒരു സൈഡിലാണ് ഈ 1 ohm തരുന്നത്. മറ്റേ സൈഡിൽ ആര് വരുന്നു? ഈ 1. ഓക്കെ, ഇതിന്റെ മിഡിലായിട്ട് ഇതിന്റെ ബ്രിഡ്ജ് ചെയ്തുകൊണ്ടാണ് ഈ 1 ohm വന്നത്. This is the simplified form of the first circuit. സെക്കൻഡ് സർക്യൂട്ട് നോക്കാം. ഒന്നുകൂടെ പറയാം. ഇവിടെ എ എങ്ങനെ എഴുതി? എയുടെ ഒരു എൻഡിൽ ഈ 1 ohm വന്നു, മറ്റേ എൻഡിൽ ഈ 1 ohm വന്നു. അടുത്ത് ബി വരയ്ക്കുക. ബിയുടെ ഒരു എൻഡിൽ ഈ 1 ohm, അടുത്ത് മറ്റേ എൻഡിൽ ഈ 1 ohm, then മിഡിൽ ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് ഈ 1. ഓക്കെ, ഫസ്റ്റ് സർക്യൂട്ട് സിംപ്ലിഫൈഡ് ഫോം. സെക്കൻഡ് സർക്യൂട്ട് ആണ്. സെക്കൻഡ് സർക്യൂട്ടിനെ സിംപ്ലിഫൈ ആണ്. വയേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഡിസ്ജോയിന്റ് ആണ്, ഇവിടെ കണക്ഷൻ ഇല്ല. ഓക്കെ, നമുക്കത് മൂവ് ചെയ്യാൻ പറ്റും. എയിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, എയിൽ ഇങ്ങനെ അല്ല ഇപ്പുറത്തോട്ട് വയ്ക്കാം. എടുത്ത് ഇങ്ങനെ വെച്ചു. എയുടെ രണ്ട് എൻഡിലാണ് ഈ 1 ohm ഈ 1 ohm വരും. ഓക്കെ, 1 ohm നെക്സ്റ്റ് 1. എന്താ ചെയ്തത്? എ ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് വെച്ചു, ഒരു സൈഡിലോട്ട് വെച്ചു, ഈ സൈഡിലോട്ട് വെച്ചു. അപ്പോൾ ഈ 1 ohm ഈ 1 ohm രണ്ട് സൈഡിലായി. നെക്സ്റ്റ് ബിയിൽ ഇങ്ങനെ പിടിച്ച് പുറത്തോട്ട് വയ്ക്കും. ബി പിടിച്ച് ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, ദെൻ അതിന്റെ രണ്ട് സൈഡിലായിട്ട് ഇത് വരും. 1 ohm നെക്സ്റ്റ് 1. ഓക്കെ, ഇതാണ് ഇവിടെ ചെയ്തത്. എന്താ ചെയ്തത്? എ ഇങ്ങനെ പിടിച്ച് മൂവബിൾ ആണ്, ഇവിടെ ഡിസ്ജോയിന്റ് ആണ്, കണക്ഷൻ ഒന്നുമില്ല. എ ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ എയുടെ രണ്ട് എൻഡിൽ ഈ 1 ohm ഈ 1 ohm വന്നു. ദെൻ ബി പിടിച്ച് ഇങ്ങോട്ട് വെച്ചു,
ഇങ്ങനെ പിടിച്ചു വെച്ചു. അപ്പൊ ബിയുടെ രണ്ട് എൻഡിൽ ഇവര് രണ്ടുപേരും ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് ഈ ഒരു വണ്ണോ. ഓക്കെ, രണ്ട് സർക്യൂട്ട് രണ്ടും സെയിം അല്ലേ? നമുക്ക് അറിയാവുന്ന സംഗതി തന്നെയാണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ കറണ്ട് ഏതിലൂടെ പാസ് ചെയ്യില്ല? ബ്രിഡ്ജിലൂടെ പാസ് ചെയ്യില്ല. ബ്രിഡ്ജിലൂടെ പാസ് ചെയ്യില്ല. ബാലൻസ്ഡ് കണ്ടീഷനിൽ ഈ ബ്രിഡ്ജിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. കറണ്ട് പാസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ അതിനെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ? ബാക്കി എന്താ? ഇതാണ് ജംഗ്ഷൻ. ഇത് രണ്ട് സർക്യൂട്ടും സെയിം ആണ്. ഒരെണ്ണം സോൾവ് ചെയ്താൽ മതി. രണ്ട് ഇവിടെ ഇതാണ് ജംഗ്ഷൻ. ജംഗ്ഷന്റെ ഒരു ആംഗിൾ ആരാവുള്ള 1 ohm 1 ohm. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 ohm. അടുത്ത ആംഗിൾ ആരുണ്ട്? 2 ohm. പിന്നെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ this is A. എയുടെ ഒരു ആംഗിൾ 2 ohm, മറ്റേ ആംഗിൾ 2 ohm. Then this is B. അപ്പോൾ ABക്ക് ഈ 2 ohm ഉം 2 ohm mutually parallel ആണ്. So 1/RAB is equal to 1/2 plus 1/2, that is 2/2, that is equal to 1. So RAB will be equal to 1. So effective resistance of these two circuits will be 1. ഇതിനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെയിം സംഗതി തന്നെയാണ്, ബട്ട് ഡിഫറെന്റ് രീതിയിൽ. കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ബട്ട് നമുക്ക് ഫെമിലിയർ ആണെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ ഞാൻ പറയാണ്. ഇവിടെ എ അങ്ങനെ തന്നെ വെച്ചു. എയുടെ രണ്ട് ആംസിലാണ് ഇത് വരുന്നത് കേട്ടോ. അടുത്ത് ബി വെച്ചു. ബിയുടെ രണ്ട് അഡ്ജസന്റ് സൈഡില് ഈ രണ്ട് റെസിസ്റ്റേഴ്സ് വരും. ദിസ് ഇസ് ബ്രിഡ്ജിംഗ് റെസിസ്റ്റർ. ബ്രിഡ്ജിംഗ് റെസിസ്റ്റർ നമ്മൾ എടുത്ത് കളയും. കാരണം എന്താ? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. അതുവഴി കറണ്ട് പാസ് ചെയ്യില്ല. കറണ്ട് പാസ് ചെയ്തില്ല എങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിനകത്ത് നമുക്ക് അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത് ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ ഈ എയിൽ പിടിച്ച് ഇങ്ങോട്ട് വെച്ചു. ദിസ് ഇസ് എ. എയുടെ രണ്ട് ആംസ് ആണ്, രണ്ട് അഡ്ജസന്റ് സൈഡ്സ് ആണ് രണ്ട്. ഓക്കെ, ബി പിടിച്ച് ഇങ്ങോട്ട് വെച്ചു. അതിന്റെ രണ്ട് സൈഡ്സ് ആണ് ഇത്. പിന്നെ ദിസ് ഇസ് ബ്രിഡ്ജ്. ദിസ് ഇസ് ബ്രിഡ്ജ്. ബ്രിഡ്ജിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി ഇത് രണ്ടും ജംഗ്ഷൻ ആണ്, മ്യൂച്വലി സീരീസ് ആണ്. 1 + 1 2 ohm. ദിസ് ഇസ് 1 + 1 2 ohm 2 ohm 2 ohm. രണ്ട് ഓപ്പോസിറ്റ് ആംസിലാണ് നിൽക്കുന്നത്. സോ 1/RAB is equal to 1/2 plus 1/2, that is 2/2, that is equal to 1. RAB will be 1. Okay.